പുതിയ വിശേഷം, അതായത് പൃഥ്വിരാജ് ഡയറക്റ്റ് ചെയ്ത ഒരു പടത്തിൽ ചേച്ചി അങ്ങനെ ബ്രോഡാഡിയിലാണല്ലോ അഭിനയിക്കുന്നത്. സോ ആസ് എ ഡയറക്ടർ അദ്ദേഹം എങ്ങനെയാണ്, അതായത് ആക്ടേഴ്സിനെ മോൾഡ് ചെയ്യുന്നതിൽ ഈ അമ്മയായതുകൊണ്ട് നമുക്ക് വേറെ രീതിയിൽ സംസാരിച്ച് ഇതാക്കാം, അങ്ങനെ ഉണ്ടോ? അതെയോ ഫസ്റ്റ് പടത്തിൽ അഭിനയിച്ച പോലും ഇത്രയും പേടിയില്ലായിരുന്നു. ഇതിങ്ങനെ ഇവിടുന്ന് നടന്ന് അവിടെ വരെ ചെല്ലേണ്ടതിന് നമ്മളോട് ഇതൊക്കെ അറിയാമെങ്കിലും അത് കാണിച്ച് കേട്ടാമേ, അത് അവിടെ നിൽക്കുമ്പോൾ അമ്മ ഇങ്ങനെ പറയും. ഞാനിപ്പോൾ ഈയിടെ 2-3 ഈ ബ്രോഡാഡിയെ കുറിച്ച് തന്നെ കുറേ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞു എല്ലാം കഴിഞ്ഞ് മോനിട്ടുള്ള നോക്കിയാൽ ഓക്കെ കഡേറ്റ് എന്ന് പറഞ്ഞിട്ട് അമ്മച്ചിക്ക് ഭാവി ഉണ്ട് ഏതായാലും പറഞ്ഞതാ. ഞാൻ പറഞ്ഞു എങ്ങനെ? അപ്പം തൊട്ട് മുകളിലോട്ട് നോക്കിയപ്പോൾ അച്ഛനായിട്ട് സുഖേട്ടൻ്റെ ഫോട്ടോയകത്ത് ഈശ്വര ഭാവി നിശ്ചയിച്ച കാരണവരെ മോൻ പറയുന്ന കേട്ടോ. ഈ അതായത് സാധാരണ അദ്ദേഹത്തിന്റെ മാനറിസം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ക്യാരക്ടറിൽ നിന്ന് മാറി ഒരു ഡയറക്ടറിന്റെ സീറ്റിലിരിക്കുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം? അല്ല, രാജുവിനുള്ള എനിക്ക് അവനോടുള്ള ഏറ്റവും വലിയ അഡ്മിറേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വർക്കഹോളിക്കാണ്, ഭയങ്കര ഒരു ഡെഡിക്കേറ്റഡാ. അത് അവൻ വരുമ്പോൾ തലേദിവസം അസോസിയേറ്റിനോട് പറഞ്ഞു വയ്ക്കും 9:30 ഞാൻ ഷോട്ട് എടുക്കുമ്പോൾ ഇത് റെഡി ആയിരിക്കണം, അത് റെഡി ആയിരിക്കണം, ഇതാണ് പ്രോപ്പർട്ടി, ഇതൊക്കെ ഭയങ്കര അവർക്കെല്ലാം അവരെല്ലാവരും കൂടെ തലേദിവസം എല്ലാം വന്നു കഴിഞ്ഞാൽ ഉടനെ ഷോട്ട് എടുക്കാൻ റെഡി ആയിരിക്കും. അതുകൊണ്ട് അങ്ങനത്തെ പിന്നെ അതുപോലെ തന്നെ നമ്മളോടെല്ലാം പറയും ഇതാണ് സീൻ, വേറെക്കുറെ നമ്മളെല്ലാം വായിച്ചൊരു തറവായിരിക്കും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കുറച്ച് ശ്രദ്ധിക്കുന്നത് അവിടെ തമാശയും കളിയൊക്കെ ഇടയ്ക്ക് ചിലപ്പം വരും. ഒരു കുട്ടി ഇങ്ങനെ പറഞ്ഞതുപോലെ ചിരിച്ചുകൊണ്ട് ഡയലോഗ് പറഞ്ഞത് ഇപ്പോൾ ചിരി വന്നില്ല. അപ്പോൾ അമ്മളോട് തമാശ, ഇത് മരണ വീടല്ല, നമ്മൾ സന്തോഷമായിട്ട് കാര്യം പറയുന്ന ഒരു വീട് എന്നൊക്കെ അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു തമാശകൾ പറഞ്ഞ് എല്ലാവരും ചിരിപ്പിക്കാനൊക്കെ. പക്ഷെ അവൻ്റെ ചിരിയും കളിയും മൊത്തം ലാലുവായിട്ട്, മോഹൻലാലുമായിട്ട്. അവിടെ പിന്നെ ലാലു 1 പറയും, ഇവനൊന്ന് പറയും, ലാലു 2 പറയും, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമല്ലോ. നമ്മളൊക്കെ പിന്നെ അമ്മ എന്നുള്ള രീതിയിൽ എന്നാലും അത്ര വലിയൊരു ഓവർ സീരിയസ് ആയിട്ടൊന്നും ഇല്ല. ഓക്കെ, നമുക്ക് ജോസേട്ടൻ്റെ ഒരു സീൻ ഞങ്ങൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ സീൻ നമ്മൾ ഒരുപാട് ചിരിച്ചിട്ടുള്ളതാണ്, അതിൽ ഒരുപാട് തമാശകളുണ്ട്. ആ സീനൊന്ന് കണ്ട എങ്ങനെ ഉണ്ടാവും? ചേട്ടൻ ആ സമയത്ത് എന്തെങ്കിലും ഒരു ഓർമ്മ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും അതിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ ഇപ്പൊ വരും. പകൽ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി. ഇന്നലെ തിരുവനന്തപുരത്ത് PTP നഗറിൽ നടന്ന ഭീകര സംഭവം. ഇന്നലെ പട്ടാപ്പകൽ ഒരു ടിപ്ടോപ്പ് ആസാമി PTP നഗറിലുള്ള ഒരു വീടിനുള്ളിൽ കടന്നു ചെന്നു. അപ്പോൾ വീടിന്റെ ഉടമസ്ഥൻ ചാരുകസേരയിൽ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ അവസരം പാഴാക്കാതെ അവൻ പതുക്കെ വീട്ടുടമസ്ഥൻ അറിയാതെ മുകളിലത്തെ മുറിയിലേക്ക് കടന്നുപോയി. മുകളിലെ മുറിയിലുണ്ടായിരുന്ന പെണ്ണിനോട്, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ഉടമസ്ഥ അത്യാസന്ന നിലയിൽ കിടക്കുകയാണെന്നും അന്ത്യശ്വാസം വലിക്കുന്നതിന് മുമ്പ് നിങ്ങളെ ഒരു നോക്ക് കാണണമെന്ന് ആവശ്യപ്പെട്ട് ഇരിക്കുന്നതായും അവളെ അറിയിച്ചു. അവളത് വിശ്വസിച്ച് ഒരു ബലിയാടിനെ പോലെ അവനെ പിന്തുടർന്നു. അപ്പോഴും ആ വീട്ടുടമസ്ഥൻ ഇതൊന്നും അറിയാതെ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതെന്തൊരു വായനയാടാ നാറി. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ആരാണെന്ന് നോക്കണ്ട കാര്യത്തെ. അയ്യോ, ഇത് അതായത് ഇതിന്റെ ഒരു തോട്ട് തന്നെ, അങ്ങനെ ഒരു തോട്ട് ആ ഡയറക്ടർക്ക് തോന്നി. ഇത് നിങ്ങളുടെ മുൻകൂട്ടി ഡയറക്ടർ ഇങ്ങനെ പറഞ്ഞിരുന്നു നമ്മൾ ഇങ്ങനെയാണ്, ഇതാണ് നമ്മുടെ സിറ്റുവേഷൻ എന്നൊക്കെ? ഇല്ല, ആക്ച്വലി അന്ന് ലൊക്കേഷൻ ചെല്ലുമ്പോഴാണ് തമ്പി സാർ ഈ സീൻ വായിക്കുന്നത്. സീൻ വായിച്ചപ്പോൾ എനിക്ക് അങ്ങോട്ട് ഞാൻ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. കാരണം ഇതിനെപ്പറ്റി ഹോംവർക്ക് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഇത് സാധനം അത് അതിൻ്റെ ടൈമിങ്ങും ആ പ്രത്യേകിച്ച് തിലകൻ ചേട്ടൻ്റെ ആ വായിക്കുന്ന രീതി എല്ലാം കൂടി വന്നപ്പോഴത്തേന് ഒരു ആംബിയൻസ് തന്നെ ഒന്ന് നമുക്ക്. പിന്നെ അതിന്റെ ഒരു പൂർണ്ണ രസം എന്ന് പറഞ്ഞതിന്റെ മുൻപും പിൻപും കൂടെ കാണുമ്പോൾ ചേച്ചിക്ക് എപ്പോഴെങ്കിലും ഈ ബിഹൈൻഡ് ദി ക്യാമറ വർക്ക് ചെയ്യാൻ ആഗ്രഹം തോന്നിയിട്ടുണ്ടോ? ചേച്ചി അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ടൊക്കെ? അതെ, സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നു. എനിക്കിത് പഠിച്ച് ചെയ്യണം എന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ 2-3 പടത്തിൽ എനിക്ക് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടൊരു ടൈറ്റിൽ കാർഡൊക്കെ ഉണ്ട്. അങ്ങനെ ഈ ബിഹൈൻഡ് ദ ക്യാമറ സംഗതികൾ എന്താന്നൊക്കെ ഉള്ളത് പലർക്കും വന്ന് കുറേ കഴിഞ്ഞാലും ഞാൻ എവിടെയാ നോക്കേണ്ടത്, ക്യാമറ റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ എന്നൊക്കെ ഉള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അതൊക്കെ എനിക്ക് അങ്ങനെ നിന്നപ്പോൾ ആ കാലത്ത് എനിക്ക് മനസ്സിലായി എന്താണ് ഈ റൈറ്റ് ലെഫ്റ്റ് നോക്കുന്നത് എങ്ങനെയാന്നൊക്കെ ഉള്ളത്. അങ്ങനെയൊക്കെയുള്ള കുറേ പാഠങ്ങൾ പഠിക്കാൻ പറ്റും. മനസ്സിലായി, അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. തീർച്ചയായിട്ടും. സൂപ്പർ.